ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക്. എന്നാൽ പാർട്ടി അനുമതി നൽകിയിട്ടും സജി ചെറിയാൻ അപ്പീലിന് പോകാത്തത് തിരിച്ചടിയാകുമോ എന്നത് ആശങ്ക നിലനിർത്തുകയാണ്. കോടതി പരാമർശം എതിരായാൽ രാജിയല്ലാതെ മറ്റു വഴികൾ സജി ചെറിയാന് മുന്നിലില്ല. അതേസമയം മന്ത്രി സജി ചെറിയാനെതിരായ കേസിൻ്റെ അന്വേഷണം DGP ക്രൈം ബ്രാഞ്ചിന് കൈമാറി. വിവരങ്ങളുമായി ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. പാർട്ടി അനുമതി നൽകിയിട്ടും സജി ചെറിയാൻ അപ്പീലിന് പോകാത്തത് തിരിച്ചടിയാകുമോ എന്നത് ആശങ്ക നിലനിർത്തുന്നുണ്ട്. കോടതി പരാമർശം എതിരായാൽ രാജിയല്ലാതെ സജി ചെറിയാന് മറ്റ് വഴികൾ ഒന്നും തന്നെ ഇല്ല. അതേസമയം മന്ത്രിക്കെതിരായ കേസിൻ്റെ അന്വേഷണം DGP ക്രൈം ബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ ഒരു ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ സജി ചെറിയാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. പാർട്ടി അനുമതി നൽകിയിട്ടും സജി ചെറിയാൻ അപ്പീലിന് പോകാൻ സാധിക്കുന്നില്ല. അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് അപ്പീലിന് പോകാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കോടതി പരാമർശം എതിരായാൽ രാജിയല്ലാതെ സജി ചെറിയാൻ മറ്റു വഴികൾ ഇല്ല, അല്ലേ? തീർച്ചയായും വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് പാർട്ടിയും അതോടൊപ്പം തന്നെ സജി ചെറിയാനും ഉള്ളത്. ഈ ഒരു വിശദമായിട്ടൊരു അന്വേഷണം, ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം, അതും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ നടത്തണം. അതോടൊപ്പം തന്നെ പോലീസിന്റെ റിപ്പോർട്ടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ അപ്പീൽ പോകും, നിയമപരമായി നേരിടും, താൻ രാജിവെക്കില്ല എന്നുള്ളതാണ് സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ അതിനുശേഷം പിന്നീട് അപ്പീൽ പോകുന്ന കാര്യത്തിൽ പാർട്ടിയും അതോടൊപ്പം തന്നെ സർക്കാരും അനുമതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പീൽ പോയിട്ടില്ല. കാരണം ഭരണഘടന വിരുദ്ധ പ്രസംഗമാണ് സജി ചെറിയാൻ നടത്തുന്നത്. ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അപ്പീൽ പോവുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പീൽ നൽകാൻ വൈകുന്നതും. ഏതായാലും ഈ വിഷയത്തിൽ ഇത്രത്തോളം ദിവസങ്ങൾ, അതായത് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയും ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ആരംഭിക്കാതെ അത് വൈകിയിരുന്നു. അതിനെതിരെ വ്യാപകമായി വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം DGP ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ഇന്ന് ആ ഉത്തരവ് ക്രൈംബ്രാഞ്ച് മേധാവി പുറത്തിറക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം 2022 ജൂലൈ 3 ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ സംസാരിക്കുന്നത്. പിന്നീട് വ്യാപകമായി വിമർശനങ്ങൾ ഉയരുന്നു, പല തലങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്നു, അത് ശക്തമാകുന്നു. തുടക്കത്തിലൊക്കെ തന്നെ സജി ചെറിയാനെ പൊതിഞ്ഞു നിർത്താനുള്ള ശ്രമമാണ് CPM-ന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പിന്നീട് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിൽ CPI വിഷയത്തിൽ ഇടപെടുന്നു. CPM-ന്റെ ദേശീയ നേതൃത്വം ഇടപെടുന്നു. അത് പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയപ്പോഴാണ് സജി ചെറിയാൻ രാജിവെക്കുന്നത്. പിന്നീട് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് സജി ചെറിയാനെ വെള്ളപൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് വീണ്ടും സജി ചെറിയാൻ അധികാരത്തിലേക്ക് എത്തുന്നത്. ആ റിപ്പോർട്ടിനെയാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം, സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ പോലീസിന്റെ റിപ്പോർട്ടിനെ നിശിതമായി കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ട് DGP കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറത്തിറക്കിയത്. ഏതായാലും നിയമോപദേശം തേടിയതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ പോകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള തിരിച്ചടി അപ്പീൽ പോവുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അപ്പീൽ പോകാതിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ സജി ചെറിയാന്റെ രാജിക്കായിട്ടുള്ള ആവശ്യം വലിയ രീതിയിൽ ശക്തമായിട്ടുണ്ട്. നിഖിൽ. ശരി രശ്മി, ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. പാർട്ടി അനുമതി നൽകിയിട്ടും സജി ചെറിയാൻ അപ്പീലിന് പോകാത്തത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കോടതി പരാമർശത്തിനെതിരായാൽ രാജിയല്ലാതെ സജി ചെറിയാൻ മറ്റ് വഴികളൊന്നും തന്നെ മുന്നിലില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.